ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ IPO വീഡിയോസാണ് 2 ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു IPO വീഡിയോ ആണ്. ദ ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ EPC കമ്പനി എന്ന് പറയാം. ഒരു കമ്പനിയുടെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതുപോലെ തന്നെ ഇവർ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് പവർ ട്രാൻസ്മിഷനിലും പവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലുമാണ്. ഈ കമ്പനിയുടെ 839 കോടി രൂപയുടെ ഒരു IPO റിവ്യൂ ആണ് ഈ വീഡിയോ. സോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക, ബിസിനസ്സെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ സ്വന്തമായിട്ടുള്ള IPO തീരുമാനങ്ങൾ എടുക്കുക. ഇന്ന് 3 IPOകൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നാളെ ഓപ്പൺ ആവുന്ന ഒരു IPO ആണ്. ഡിസംബർ 19 മുതൽ ഡിസംബർ 23 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. ഡിസംബർ 27 ഇതിൻ്റെ ലിസ്റ്റിംഗ്. അതുപോലെ തന്നെ ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രൊക്വയർമെൻറ്റ് കൺസ്ട്രക്ഷൻ EPC കമ്പനി എന്ന വിഭാഗത്തിൽപ്പെടുത്താം. മാക്സിമം ഇവർ ഫോക്കസ് ചെയ്തത് പവർ ട്രാൻസ്മിഷനിലും പവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലുമാണ്. സിവിൽ കൺസ്ട്രക്ഷനിലും ഈ കമ്പനിയുണ്ട്. അതുപോലെ 4 ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ആണ് ഇവർക്കുള്ളത്. ഇതിൽ ഇന്ത്യയിൽ തന്നെയാണുള്ളത്. ഫുൾ യൂട്ടിലൈസേഷൻ, അതായത് ഇവരുടെ പ്ലാന്റുകളൊക്കെ തന്നെ ഫുൾ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കപ്പാസിറ്റി എഡിഷൻ, അവർ ഓൾറെഡി ഒരു 91 കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഏകദേശം പൂർത്തിയായി വരുന്ന സമയത്ത് 30% വർധനവാണ് കപ്പാസിറ്റിയിൽ ഉണ്ടാകാൻ പോകുന്നത്. കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഇവരുടെ പ്രൊജക്റ്റുകളുടെ എണ്ണവും അതിൻ്റെ ക്വാണ്ടിറ്റിയും നോക്കുകയാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റി എഡിഷൻ അത്യാവശ്യമായിട്ടാണ് തോന്നുന്നത് കമ്പനിയെ സംബന്ധിച്ചിട്ട്. കമ്പനിയുടെ ഫിക്സ്ഡ് അസറ്റ്സ്, നെറ്റ് ഫിക്സ്ഡ് അസറ്റ്സ് ഡിപ്രീസിയേഷൻ കഴിച്ച് നെറ്റ് ഫിക്സ്ഡ് അസറ്റ്സ് 355 കോടി രൂപയാണ്. ഇത് ജൂൺ വരെയുള്ള കണക്കാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രത്യേകിച്ചും പവർ ട്രാൻസ്മിഷൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ടർ ഇപ്പോൾ വളരെ ഫോക്കസിലാണ്. ഇന്ത്യ ഒരു പവർ ക്രേവിംഗ് കൺട്രിയാണെന്ന് നമുക്ക് വീണ്ടും പറയാം. പവർ സെക്ടറിൽ കുറേ ഫോക്കസ് ചെയ്ത് മുന്നേറുന്ന ഒരു കമ്പനിയാണ്. ആ സമയത്താണ് പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഒരു IPO വരുന്നത്. 839 കോടി രൂപയുടെ IPO. ഈ 839 കോടി രൂപയിൽ 400 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. കമ്പനിയിലേക്കാണ് ഈ പണം പോകാൻ പോകുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് 250 കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത്. 91 കോടി രൂപ കെപെക്സിലേക്ക് അല്ലെങ്കിൽ കപ്പാസിറ്റി ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. ബാക്കി വരുന്ന 439 കോടി രൂപ വരുന്നത് ഓഫർ ഫോർ സെയിലാണ്. പ്രൊമോട്ടർക്ക് ഇപ്പോൾ 86% ഓഹരികളാണ് ഈ കമ്പനിയിലുള്ളത്. ഇത് കുറഞ്ഞ് 73% മാറും. അപ്പോൾ പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നാണ് ബാക്കി 439 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ വരുന്നത്. പ്രൈസ് ബാൻഡ് 410-നും 432-നും ഇടയിലാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5800 കോടി രൂപയാണ്. 14% പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെയിൽ ചെയ്യുന്നത്. ഈ 19 മുതൽ 23 ഡിസംബർ വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 27 ഡിസംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനിയെക്കുറിച്ച് മനസ്സിലായി, കമ്പനിയുടെ IPO സൈസിനെ പറ്റി മനസ്സിലായി, എന്തുകൊണ്ട് കമ്പനി IPOയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായി. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമും കൂടിയാണ്. സോ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓർഡർ ബുക്ക്, ഇങ്ങനൊരു കമ്പനിയെ സംബന്ധിച്ചിട്ട് പവർ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു EPC കമ്പനിയെ വിലയിരുത്തുമ്പോൾ ആദ്യമായിട്ട് കമ്പനിക്ക് എത്ര ഓർഡർ ബുക്ക് ഉണ്ട്, എത്രമാത്രം ഓർഡർ ബുക്കുകൾ പൈപ്പ് ലൈനിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത്. സോ ഇവിടെ Q1, അതായത് ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലത്ത് നോക്കുകയാണെങ്കിൽ 944 കോടി രൂപയുടെ ഓർഡറാണ് ഈ കമ്പനിക്ക് ഒരു ക്വാർട്ടറിൽ കിട്ടിയിരിക്കുന്നത്. ഇത് മിക്കവാറും ഇൻ്റർനാഷണൽ ജിയോഗ്രഫിയിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നല്ല. അതുതന്നെ ജൂൺ 30 വരെയുള്ള കണക്ക് നോക്കുന്ന സമയത്ത് മൊത്തം ഓർഡർ ബുക്ക് 10,200 കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത്. പിന്നെ 3,221 കോടി രൂപയുടെ ഒരു വലിയ പ്രൊജക്റ്റിനെ കമ്പനി ഏറ്റവും ചെറിയ ബിഡർ കൂടിയാണ്. ഈ ഒരു കണക്ക് ഈ ഓർഡർ ബുക്കുകളിലൊന്നും വന്നിട്ടില്ല. ഇത് കിട്ടുകയാണെങ്കിൽ കമ്പനിയുടെ കണക്കിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഓർഡർ ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ബുക്ക് ടു ബിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ 3.4 ഇരട്ടിയാണ് അവരുടെ ഇപ്പോഴത്തെ ബിൽ റേഷ്യോ. അതുപോലെ തന്നെ ടോട്ടൽ ഓർഡർ ബുക്കുമായിട്ട് നോക്കുന്ന സമയം 3 ഇരട്ടിയുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ തന്നെ കമ്പനിയിലുണ്ട്. 4,009 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി 2024 സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കിയത്. അത് മറ്റുള്ള എല്ലാ ഈ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള KEI അവർക്ക് 2.1 അവരുടെ ബുക്ക് ടു ബിൽ റേഷ്യോ. കൽപ്പാത്ത് ഒരു 3x ആണ്. അതുപോലെ തന്നെ സ്കിപ്പർ നോക്കിയാലും 2.3x വരുന്നുള്ളൂ. ബാഗിൽ വരുന്ന സമയത്ത് 3x വരുന്നത്. അവരെയൊക്കെ നോക്കുന്ന സമയത്ത് ബുക്ക് ടു ബിൽ റേഷ്യോ 3.4 എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്.
അതുതന്നെ ട്രാൻസ്റെയിലിനെ സംബന്ധിച്ചിട്ട് എല്ലാ ഓർഡറുകളും തന്നെ 24 മാസത്തിനിടയിലാണ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു 1-2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 വർഷത്തേക്കെങ്കിലും ഓർഡർ വിസിബിലിറ്റി വളരെ സ്ട്രോങ് ആണ്, റവന്യൂ വിസിബിലിറ്റി വളരെ സ്ട്രോങ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാർജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി ഏതൊരു ബിസിനസ്സിൻ്റെയും മാർജിനാണ്. നമ്മൾ എത്ര ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കമ്പനിയിൽ മാർജിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് മോശമായിട്ടാണ് വരുന്നത്. കമ്പനിയുടെ 2024 റവന്യൂ 30% വർധനവാണ് തൊട്ട് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് കാണിച്ചത്. 4009 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത്. 897 കോടി രൂപയുടെ റവന്യൂ കമ്പനി ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ വർഷം ഫസ്റ്റ് ക്വാർട്ടറിലും ജനറേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 9% 2023. അത് 2024 ആകുമ്പോഴേക്കും 12% മാർജിൻ ഉയർന്നു. 3% വളർച്ച മാർജിനിൽ മാത്രം കണ്ടു. അതേസമയം അത് ഈ വർഷത്തെ Q1 നോക്കുന്ന സമയത്ത് മാർജിൻ 13% വളർന്നിട്ടുണ്ട്. അതായത് 2023 സാമ്പത്തിക വർഷത്തിൽ 9% ഉണ്ടായിരുന്ന മാർജിൻ ഇപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ എത്തി നിൽക്കുന്ന സമയത്ത് അത് 13% എന്നാണ് അർത്ഥം. ഇനി ഈ കമ്പനി ഒരു പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ആവർത്തിച്ച് പറയുന്നതല്ല, അത് സമയത്ത് അവരുടെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ, അതായത് ഈ കമ്പനിക്ക് പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും ഈ കമ്പനി തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ കമ്പനിയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നു. സോ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ആണ് വോൾട്ടേജും ഹൈ വോൾട്ടേജ് സ്റ്റെബിലൈസറൊക്കെ അല്ലെങ്കിൽ ട്രാൻസ്ഫറൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നു, ഇവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. അതുതന്നെ കമ്പനിയുടെ മാർജിൻ വളരെ സുപ്പീരിയർ ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പേയേഴ്സുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് മാർജിൻ നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ട്രാൻസ്റെയിലിൻ്റെ ഇബിറ്റ മാർജിൻ 12% 2024. അത് ഈ പറയുന്ന ഇതേ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കൽപ്പാത്തിരു പ്രൊജക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 8% മാർജിനാണ് ഇബിറ്റ മാർജിൻ. KECയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 6% നെറ്റ് മാർജിനാണുള്ളത്. സ്കിപ്പർ 10%, ബേഗൾ 6%, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. 60% റവന്യൂ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നാണ് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്നിട്ട് കൂടി നല്ല ശക്തമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്തതായിട്ടാണ് കാണുന്നത്. 22% റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് 2024. അതും ഈ പറയുന്ന മറ്റുള്ള എല്ലാ പിയേഴ്സിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഹൈ ആണ്. കാരണം മറ്റുള്ളവരെയൊക്കെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 8%-നും 10%-നും ഇടയിലാണ് വരുന്നത്. അതായത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.3:1 ആണ്. അതും കംഫർട്ടബിൾ ആണ്. 0.3:1 എന്ന് പറയുന്ന സമയത്ത് 30 പൈസ കടം വാങ്ങിയതും 1 രൂപ കമ്പനിയുടെ സ്വന്തം പണവുമാണ് ഇപ്പോൾ ബിസിനസ്സിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം നമുക്കറിയാലോ, 1 രൂപ കമ്പനിയുടെ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. നേരെ മറിച്ച് 30 പൈസയുടെ ഡെറ്റ് മാത്രമേ കമ്പനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത്ര മാത്രമേ ഇൻട്രസ്റ്റ് ബേർഡനും വരുന്നുള്ളൂ. സോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കംഫർട്ടബിൾ ആണെന്ന് അർത്ഥം. ഇനി വാല്യൂഷൻ നോക്കാം. ഏതൊരു കമ്പനിയും നമുക്ക് എങ്ങനെയാണ് IPO ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ കണ്ടീഷനെ നോക്കാതെ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് തന്നെ നോക്കുക. അപ്പോൾ ട്രാൻസ്റെയിലിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് മുകളിൽ EPS 20 രൂപയാണ് 2024 ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ വർഷത്തെ 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ 4 രൂപ 20 പൈസയാണ് കമ്പനി EPS ആക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സിക്യൂഷനൊക്കെ രണ്ടാമത്തെ ക്വാർട്ടറിൽ പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള മാർജിൻ, നല്ല രീതിയിലുള്ള മാർജിൻ സസ്റ്റെയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. 2025 EPS എസ്റ്റിമേഷൻ ഏകദേശം 25 രൂപയാണ്. കഴിഞ്ഞ വർഷം അത് 20 രൂപയായിരുന്നു. ഈ വർഷം 25 രൂപയാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഇപ്പോഴത്തെ ഒരു ഫോർവേഡ് PE നോക്കുകയാണെങ്കിൽ 17.5 ട്രേഡ് ചെയ്യുന്നത്. 17.5 ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അത് മറ്റുള്ള പേയേഴ്സുമായിട്ട് നോക്കുന്ന സമയം വളരെ കുറവാണ്. കാരണം ബാക്കിയുള്ള എല്ലാ പേരിൻ്റെയും പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 40 to 55 PE ഇതുപോലുള്ള പ്രൊജക്റ്റുകളൊക്കെ എടുത്തു തരുന്ന കമ്പനികൾ ട്രേഡ് ചെയ്യുന്നത്. അത് ബെറ്റർ മാർജിൻ ഉണ്ടായിട്ട് പോലും ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് കൺസിഡറബിൾ ആയിട്ടാണ്, ഡിസ്കൗണ്ടിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2024 സെപ്റ്റംബറിൽ ഈ IPOക്ക് തൊട്ട് മുമ്പ് ഒരു 50 കോടി രൂപ ഇവർ പ്രീ IPO ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ഷെയറിന് 484 രൂപ വെച്ചിട്ടാണ് അവർ കളക്ട് ചെയ്തത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ 3 മാസത്തിന് ശേഷം, ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3ാമത്തെ മാസമാണ് IPO വരുന്നത്. ഈ IPO 11% ഡിസ്കൗണ്ടിലാണ് ഈ പ്രൈസിങ് വന്നിരിക്കുന്നത് 3 മാസം കൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് തീർച്ചയായിട്ടും എൻ്റെ പ്യൂർ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഓർഡർ ബുക്ക് സ്ട്രോങ് ആണ്. ഇങ്ങനെ ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓർഡർ ബുക്കാണ്. സോ ഓർഡർ ബുക്ക് സ്ട്രോങ് ആണ്. നല്ല എക്സിക്യൂഷൻ ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞ പോലെ 24 മാസം എടുത്തുകൊണ്ട് തന്നെ മിക്കവാറും ഓർഡറുകളൊക്കെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ, വാല്യൂഷൻ നോക്കുകയാണെങ്കിലും കംഫർട്ടബിൾ ആണ്. സോ നമുക്ക് IPO അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു IPO ആയിട്ടാണ് ഞാൻ ഈ ട്രാൻസ്റെയിൽ ലൈറ്റിങ്ങിനെ വിലയിരുത്തുന്നത്. ഞാനിവിടെ ഒന്നുകൂടി പറയട്ടെ, ലിസ്റ്റിംഗ് ഗെയിനുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റ് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ലിസ്റ്റിംഗ് ഗെയിനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. കമ്പനി എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന പ്രോസ്പെക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു IPO റിവ്യൂ തയ്യാറാക്കിയിരിക്കുന്നത്.
അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിനുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ടോ ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല. IPO ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളും സ്വന്തം ഒരു അനാലിസിസ് നടത്തുക. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്തുക. സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പ് നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. അതുകൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറുമാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്കും ഷെയറും കൂടട്ടെ. ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമായിട്ടുള്ള നമ്മുടെ റിസർച്ച് അനലിസ്റ്റ് റെക്കമെൻഡേഷനും സജഷൻസിനും റിസർച്ച് റിപ്പോർട്ട്സിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്